ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മല്ലു ക്രിക്കറ്റ്. അപ്പോൾ ഗൈസ്, ഇന്ത്യ കപ്പടിച്ച് പൊളിച്ചു എന്ന് തന്നെ പറയാം. സൗത്ത് ആഫ്രിക്കയെ തകർത്തുകൊണ്ട് ഇന്ത്യ T20 ചാമ്പ്യൻസ് ആയിരിക്കുന്നു സുഹൃത്തുക്കളെ. എന്നാൽ സൗത്ത് ആഫ്രിക്കയുടെ പെർഫോമൻസ് പറയാതിരിക്കാൻ വയ്യ. ഒരു സമയം ഇന്ത്യയുടെ കയ്യിൽ നിന്ന് തെന്നിമാറുന്ന കളിയാണെന്ന് നമ്മൾ വിചാരിച്ചു. അതേപോലെയായിരുന്നു ക്ലാസന്റെയും ക്വിന്റൻ ഡി കോക്കിന്റെയും ബാറ്റിംഗ്. ശരിക്കും ക്വിന്റൻ ഡി കോക്കിനെയും മില്ലറുടെയും കാര്യമോർക്കുമ്പോൾ ശരിക്കും വിഷമമാണ്. കാരണം അവരൊക്കെ ലെജൻസ് ആണ്. ഒരു രക്ഷയില്ല അവരുടെ ബാറ്റിംഗ്. ഇന്ന് അത്രയും കോൺഫിഡൻസിൽ ക്ലാസൻ 23 ബോൾസിലാണ് 50 നേടിയത്. അപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചു, ഇനി കളി കൈവിട്ടുപോയി, കളി തോറ്റു എന്നൊക്കെ. എന്നാൽ ജസ്പ്രീത് ബുംറ, പിന്നെ സൂര്യകുമാറിന്റെ ക്യാച്ചും പിന്നെ ക്ലാസന്റെ വിക്കറ്റും കൂടിയായപ്പോൾ കളി ഇന്ത്യയുടെ കയ്യിലേക്ക് വരികയായിരുന്നു. ശരിക്കും ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു ഇന്ന് നടന്നത്. നമുക്ക് സൗത്ത് ആഫ്രിക്കയുടെ ബാറ്റിംഗ് പരിശോധിക്കുകയാണെങ്കിൽ ക്വിന്റൻ ഡി കോക്ക് 31 പന്തിൽ 39 റണ്ണാണ് അദ്ദേഹം നേടിയത്. 4 4 1 6 അദ്ദേഹം നേടിയത്. ക്രിസ്റ്റൻ സ്റ്റബ്സും മനോഹരമായി ബാറ്റ് ചെയ്തു. അദ്ദേഹം 21 പന്തിൽ നിന്ന് 31 റണ്ണാണ് നേടിയത്. അറ്റാക്കിംഗ് മോഡായിരുന്നു സ്റ്റബ്സ്. അവരുടെ എക്സ്പ്ലോസീവ് ബാറ്റർ ഹെൻറിച്ച് ക്ലാസൻ 27 പന്തിൽ നിന്ന് 52 റണ്ണാണ് അദ്ദേഹം നേടിയത്. 5 സിക്സറാണ്. അക്ഷർ പട്ടേലിനൊക്കെ ആള് എടുത്തിട്ട് അലക്കുകയായിരുന്നു. 2 ഫോറുകളുമാണ് നേടിയത്. അവസാനം വന്ന ഡേവിഡ് മില്ലറോ 17 ബോളിൽ നിന്ന് 21 റണ്ണാണ് നേടിയത്. ഡേവിഡ് മില്ലറിന്റെ ഒരു സൂപ്പർ ക്യാച്ച് തന്നെ പറയാം. ബൗണ്ടറിയിൽ നിന്ന് ചാടിയെടുത്ത സൂര്യകുമാർ ആണ്. ആ ഒരു ബോളിലാണ് കളി മാറിയത്. അപ്പോൾ ഗൈസ്, ഇതുപോലെയുള്ള ക്രിക്കറ്റ് വീഡിയോകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മല്ലു